ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ തട്ടുകടയിൽ നിന്ന് ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലാണ് ഞാനിന്ന് ഈ പഴംപൊരി ഇവിടെ റെഡിയാക്കുന്നത്. അപ്പോൾ ഞാനതിൻ്റെ മുമ്പ് ആട്ടപ്പൊടി വെച്ചിട്ട് ചെയ്യുന്ന പഴംപൊരിയുടെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു എഗ്ഗാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ എഗ്ഗ് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1 കപ്പ് മൈദപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ പഴംപൊരിക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കളറ് വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി. കളറ് ചേർക്കേണ്ടവർക്ക് അങ്ങനെയും ചേർക്കാം. ഞാനിപ്പോൾ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഞാൻ 1 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ മുട്ടയുടെ മിക്സിലേക്ക് കുറച്ചിട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ ഒരുമിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ കുറച്ചിട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുള്ളൂ. ഞാൻ അപ്പോൾ കുറച്ച് പഴംപൊരി ഇവിടെ റെഡിയാക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂടുതൽ എടുക്കുമ്പോൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് എടുക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് മിക്സ് ചെയ്തെടുത്തപ്പോൾ ഈ ബാറ്റർ നല്ലതുപോലെ ടൈറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നില്ല. കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ പഴംപൊരിയുടെ മാവിൻ്റെ അത്രയും വരെ ഞാൻ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ബാറ്ററിലേക്ക് ഞാൻ 2 സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ വിട്ടു പോകരുത്. ഇപ്പം നമ്മളിതൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് 1 മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ ടൈമില്ലെങ്കിൽ നമ്മൾ ഒരു 1/2 മണിക്കൂർ എന്തായാലും വെക്കണം. എങ്കിലും നമ്മുടെ പഴംപൊരി നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ ആ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ കിട്ടും. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലോ പഴംപൊരിക്ക്. അപ്പോൾ അതേ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ 1 മണിക്കൂർ വെക്കുക. 1 മണിക്കൂർ വെക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ 1/2 മണിക്കൂറെങ്കിലും നമ്മൾ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ 2 പഴം വെച്ചിട്ടാണ് പഴംപൊരി ഇവിടെ റെഡിയാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തൊലിയെല്ലാം കളഞ്ഞിട്ട് നമ്മുടെ പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ വലിയ പഴംപൊരിയാണല്ലോ നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ ഈ പഴം വലുതാക്കിയിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനതുപോലെ 2 ഭാഗവും കട്ട് ചെയ്തിട്ട് കുറച്ച് ഭാഗം ഒഴിവാക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുക. നമ്മുടെ ആ പഴംപൊരി നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് മുകൾ ഭാഗം ഇതുപോലെ ഒഴിവാക്കിയെടുക്കാം. ഇനി നമുക്കിതുപോലെ നല്ലതുപോലെ കട്ടിയും വേണ്ട, നല്ല കട്ടിയില്ലാതെയും വേണ്ട, അതൊരു മീഡിയം സൈസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് പഴംപൊരി ഇവിടെ റെഡിയാക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പഴം മുഴുവനായിട്ടും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് ഈ പഴം കൊണ്ട് ചെറുതായിട്ട് ഉള്ള പഴംപൊരി വേണമെങ്കിൽ നമുക്ക് റെഡിയാക്കാം, അത് കുഴപ്പമില്ല. ഞാനിപ്പോൾ നമുക്ക് ആ വലിയ പഴംപൊരി തന്നെ ആവാൻ വേണ്ടിയിട്ടാണ് അതുപോലെ പഴം നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. പഴം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം എന്നൊരു നിർബന്ധമില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ പഴമൊക്കെ മുഴുവനായിട്ടും ഞാനതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മാവും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഗ്യാസിൽ ഇതുപോലെ ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചട്ടി ചൂടായിട്ട് വന്നപ്പോൾ ഞാനിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ കൂടുതൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നില്ല.
അപ്പോൾ നമുക്ക് വെറുതെ വേസ്റ്റ് ചെയ്ത് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പം എണ്ണയൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ലോണം മുങ്ങിയിട്ട് പൊരിക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ പഴംപൊരി ഒന്നും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബാറ്ററിൽ ഇതുപോലെ നമ്മുടെ പഴം മുക്കിയെടുത്തിട്ട് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ തീ മീഡിയത്തിൽ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് പോകും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്കിതുപോലെ ഒരു മീഡിയം തീയിലിട്ട് കൊടുത്തിട്ട് നമ്മുടെ പഴം എല്ലാം അതുപോലെ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് തിരിച്ച് മറിച്ചു ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതുപോലെ നമ്മുടെ എല്ലാ പഴവും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്ററിൽ മുക്കുക, നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുത്തത് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള പഴവും കൂടെ അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ നമ്മുടെ പഴംപൊരി എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ പഴംപൊരി റെഡിയാക്കിയാൽ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.